ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു iPlus. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയ ടോപ്പിക്കാണ്, കിർച്ചോഫ് ലോസ് എന്ന് പറയുന്നത് കേട്ടോ. ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൺസെപ്റ്റ് നമുക്ക് കോംപ്ലക്സ് സർക്യൂട്ട് ഒന്നും അധികം പഠിക്കാനില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ സർക്യൂട്ട് ആണെന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഈ കിർച്ചോഫ് ലോ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് നമ്മളൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു ടോപ്പിക്കായിട്ട് വലിയ കൺസെപ്റ്റിൽ പഠിക്കേണ്ട കാര്യമല്ല. എന്താണ് ജസ്റ്റ് കിർച്ചോഫ് ലോ എന്താണ് എത്ര തരത്തിലുള്ള കിർച്ചോഫ് ലോസ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു പ്രോബ്ലം കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പൊ എന്താണ് കിർച്ചോഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് കിർച്ചോഫ് ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് പറയാം. നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഓംസ് ലോ ഉണ്ട് അല്ലെ. ഓംസ് ലോ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കിപ്പോ ഒരു സർക്യൂട്ട്, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ ഒരു റെസിസ്റ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, റെസിസ്റ്റീവ് ലോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വോൾട്ടേജ് വരുന്നുണ്ട്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറണ്ട് വരുന്നുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ പോകുന്ന വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവിടെ നമുക്കൊരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജിന് ഡയറക്ട്ലി പ്രപ്പോർഷണലും ആൻഡ് അവിടുത്തെ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് ആ പറയുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആയിരിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഓംസ് ലോ പ്രകാരം പറയുന്നതാണ് അല്ലെ. അപ്പൊ ഇതിന്ന് മാറ്റം വന്നിട്ട്, അതായത് ഈ ഓംസ് ലോ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സാധാരണ രീതിയിൽ നമ്മളൊരു കോംപ്ലക്സ് സർക്യൂട്ട് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഒറ്റ ലോഡോ അല്ലെങ്കിൽ ഒറ്റ സോഴ്സോ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഈ ഓംസ് ലോ തന്നെ മതി. ഇനിയിപ്പോ ഒറ്റ ലോഡ് മാത്രമല്ല, ഇപ്പൊ ഒന്നിൽ കൂടുതൽ ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സീരീസോ പാരലലോ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെ. എന്നാലും നമ്മൾ ഈ സീരീസ് പാരലൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും, അത്രയും വലിയൊരു സർക്യൂട്ടിലേക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ അങ്ങനെ നമുക്ക് വരുന്ന സമയത്ത്, അതായത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ വരുന്നത് ഓംസ് ലോ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് കിർച്ചോഫ് ലോ എന്ന് പറയുന്നത് കേട്ടോ. കിർച്ചോഫ് ലോ എന്ന് പറയുന്നത് ശരിക്ക് രണ്ട് ലോ ആണ് ഉള്ളത്. ഈ രണ്ട് ലോ ബേസ് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ബേസ് ചെയ്ത് വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് രണ്ട് ലോയും എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് കിർച്ചോഫ് ഫസ്റ്റ് ലോ കേട്ടോ. പേര് ഓർത്ത് വെക്കുന്ന കൂടെ തന്നെ ഈ ഫസ്റ്റ് ലോ എന്നും കൂടി ഓർത്ത് വെക്കണം. കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് കിർച്ചോഫ് കറന്റ് ലോ ആണ് കേട്ടോ. ഓർത്ത് വെക്കണം, ഫസ്റ്റ് ലോ എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കിർച്ചോഫ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഏതാണ്, കിർച്ചോഫ് കറന്റ് ലോ ആണ് അല്ലെ. കറന്റ് ലോ ആണ്, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ എന്താണ് കറന്റ് ലോ പറയുന്നുണ്ടാവുക, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അതായത് നിങ്ങൾ അടുത്തുള്ള ഒരു ജംഗ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം, ഏതെങ്കിലും ഒരു ജംഗ്ഷൻ അല്ലെ. അപ്പൊ ഈ ജംഗ്ഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല ഭാഗത്തുനിന്ന് വണ്ടികൾ വരുന്നുണ്ട്, പല ഭാഗത്തുനിന്ന് എന്ത് ചെയ്യും, വെഹിക്കിൾസ് വരുന്നുണ്ട്. ഈ വെഹിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ പല റോഡുകളിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഒരു 4-വേ ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ 4-വേ ജംഗ്ഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 4 ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ 3 ഭാഗത്തുനിന്ന് വണ്ടികൾ വരുന്നുണ്ട്. ഈ വരുന്ന വണ്ടികളെല്ലാം ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ 2 ഭാഗത്തേക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് എന്ന് കരുതാം. ഇതിൽ വരുന്ന ഏതെങ്കിലും വണ്ടി മറ്റു ഭാഗത്തേക്ക് പോവാതെ ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ, അതായത് ഒരു ഭാഗത്തുനിന്ന് വരുന്ന വണ്ടി മറ്റു ഭാഗത്തേക്ക് പോവാതെ ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നുണ്ടാവുക, അവിടെ കുറെ വണ്ടികൾ ആ ജംഗ്ഷനിൽ വന്നിട്ട് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത് ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ കിർച്ചോഫ് കറന്റ് ലോയിലും പറയുന്നത്. അതായത് എന്താ സംഭവിക്കുന്നുണ്ടാവുക, നമ്മൾ ഒരു സർക്യൂട്ടിലെ ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൺസിഡർ ചെയ്യുന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റുകളും അതേപോലെ തന്നെ ആ ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറന്റുകളും തുല്യമായിരിക്കും അല്ലെ. എന്താ പറഞ്ഞത്, ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റുകളുടെ സമ്മും, അതായത് തുകയും, അതേപോലെ തന്നെ ആ ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറന്റുകളുടെ തുകയും എടുത്തു കഴിഞ്ഞാൽ, അതും ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെയല്ല നമുക്ക് പറയാം, തുല്യമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വണ്ടിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ആ ജംഗ്ഷനിലേക്ക് വരുന്ന വണ്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാലും ആ ജംഗ്ഷനിൽ പോണ വണ്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാലും തുല്യമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ വണ്ടി എന്തുണ്ടാവും, സെന്ററിൽ കിടക്കുന്നുണ്ടാവും അല്ലെ, അല്ല ബ്രേക്ക് ഡൗൺ അടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പൊ അതേ കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുക ഇവിടെയും വരുന്നത്. ഇവിടെ അങ്ങനെ ബ്രേക്ക് ഡൗൺ അടിക്കാല്ല, കറണ്ട് എങ്ങോട്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പോകുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ വരുന്ന കറണ്ട് എല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, പോകുന്നുണ്ടാവും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, കിർച്ചോഫ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ കറന്റ് ലോയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ അത് നമ്മൾ ടോട്ടലി പറയുമ്പോഴേ ഈ വരുന്ന കറന്റും പോകുന്ന കറന്റും കൂടി തുല്യമാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന കറന്റും പോകുന്ന കറന്റും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്,
ഒരു ഓൾജബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ, ഓൾജബ്രിക് സം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ രണ്ടും കൂടി അതിന്റെ ഒരു സാധാരണ സിമ്പലും കൂടി എടുത്തിട്ട് ആഡ് ചെയ്യുക അല്ലെ. അങ്ങനെ നമ്മളൊരു ഓൾജബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ എന്താ ഉണ്ടാവുള്ളൂ, 0 ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ജംഗ്ഷനിലൊന്നും നിൽക്കുന്നില്ല. ഇപ്പൊ നമ്മളെ നേരത്തെ പറഞ്ഞ വണ്ടിയുടെ കേസിൽ ഒന്ന് അവിടെ ബ്രേക്ക് ഡൗൺ അടിച്ച് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ 0 ആവില്ലായിരുന്നു, അത് 1 ആവുമായിരുന്നു അല്ലെ. എന്നാൽ അവിടെ ഒന്നും നിൽക്കുന്നില്ല, അതുകൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക, 0 ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, algebraic sum of current meeting at a junction is 0 എന്ന് പറയുന്നത് കേട്ടോ. മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റില് ഉണ്ടാവുന്ന കറന്റ് നോക്കിക്കഴിഞ്ഞാൽ അത് 0 ആകും. കാരണം ആ പോയിന്റിലേക്ക് വരുന്നു, ആ പോയിന്റിൽ നിന്ന് പോകുന്നു, ഒരിക്കലും ആ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നിൽക്കുന്നുണ്ടാവില്ല. അതാണ് നമ്മൾ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ, കറക്റ്റ് ഡെഫിനിഷൻ ഇതാണ്. കിർച്ചോഫ് കറന്റ് ലോ പ്രകാരം ഓൾജബ്രിക് കറന്റ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0 എന്നായിരിക്കും വരുന്നുണ്ടാവുക. അതായത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണ് വരുന്നുണ്ടാവുക. ഇതിന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതിന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ, അതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് കേട്ടോ. കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്, അല്ലെങ്കിൽ ആ ചാർജിന്റെ വ്യത്യാസം അല്ലെ, ചാർജ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ ഒരു മൂവ്മെന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജിന്റെ കേസിലേക്കായിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ട, ഈ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റും കൂടി ഉണ്ട്. എന്താ പോയിന്റ് എന്ന് പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് പഠിച്ചു വെക്കാൻ ഈസി ആണ് അല്ലെ. കറന്റ് ആൻഡ് ചാർജ്, കറന്റ് ആൻഡ് ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്, I is equal to Q by T അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം അല്ലെ. അപ്പൊ അതൊരു എളുപ്പമാർഗമാണ് കേട്ടോ. അപ്പൊ എന്താണ് കോർ പ്രിൻസിപ്പിൾ, എന്താ വരുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത് ആ നോഡിലേക്ക് അല്ലെങ്കിൽ ആ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന കറന്റും ആ ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്യുന്ന കറന്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ വണ്ടിയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കറന്റ് ഒന്ന് നോക്കാം അല്ലെ. ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതൊക്കെ ഒന്നാമത്തെ കറന്റ്, രണ്ടാമത്തെ കറന്റ്, മൂന്നാമത്തെ കറന്റ്. ഈ കറന്റ് എല്ലാം ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുള്ള ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യാണ് അല്ലെ. ദെൻ I5 I4 എന്ന് പറയുന്ന രണ്ട് കറന്റ്, ആ റെഡിൽ കാണിച്ചിട്ടുള്ള രണ്ട് കറന്റും എന്ത് ചെയ്യാണ്, അത് ലീവ് ചെയ്യാണ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I1ഉം I2ഉം I3യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടോട്ടൽ എന്തായിരിക്കും, I4ഉം I5നും ടോട്ടൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. ഇത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നുണ്ടാവുക. അപ്പൊ അത് നമ്മൾ ഓൾജബ്രിക് സം ആയിട്ട് എഴുതി കഴിഞ്ഞാൽ I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് ഓഫ് I4 പ്ലസ് മൈനസ് ഓഫ് I5 ഈസ് ഈക്വൽ ടു 0 അല്ലെ. എന്തുകൊണ്ട് ആ ഒരു I4നും I5നും മൈനസ് എടുക്കാനുള്ള കാരണം, ബാക്കിയുള്ള മൂന്ന് കറന്റും ആ ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യായിരുന്നു, എന്നാൽ I4ഉം I5ഉം എന്താണ്, ആ ജംഗ്ഷനിൽ നിന്നും ലീവ് ചെയ്യാണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു, നെഗറ്റീവ് ആയിട്ടും എൻ്റർ ചെയ്യുന്ന കറന്റിന് നമ്മൾ എന്ത് ചെയ്തു, പോസിറ്റീവ് ആയിട്ടും എടുത്തു കേട്ടോ. ഇനിയിപ്പോ തിരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ കോമൺലി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയാണ് എടുക്കാറുള്ളത് അല്ലെ. ശരിക്കും വരുന്ന കറന്റിനെല്ലാം പോസിറ്റീവ് ആൻഡ് പോണ കറന്റിനെ നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് എടുക്കാറുള്ളത്. ഇനിയിപ്പോ നേരെ എടുത്താലും അതിന്റെ ഓൾജബ്രിക് സം എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എടുത്താലും അങ്ങനെ തന്നെ ആവും കിട്ടുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് കിർച്ചോഫ് കറന്റ് ലോ KCL നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. KCL ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ലോയ്ക്ക് പോവാം. ഇതാണ് നമ്മളെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷനിൽ ഇങ്ങനെ തന്നെ വരാറുണ്ട്, കിർച്ചോഫ് സെക്കൻഡ് ലോ. കിർച്ചോഫ് സെക്കൻഡ് ലോ ഏതാണ്, KVL ആണ് കേട്ടോ. കിർച്ചോഫ് സെക്കൻഡ് ലോ എന്താണ്, KVL ആണ്. KVL എന്ന് പറഞ്ഞാൽ എന്താണ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ. അപ്പൊ നേരത്തെ കറന്റ് ആയിരുന്നെങ്കിൽ ഇവിടെ വോൾട്ടേജ് ആയി അല്ലെ. എന്താ വോൾട്ടേജ് പറയുന്നത്, അതായത് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് സർക്യൂട്ട് വരയ്ക്കാം. നേരത്തെ നമ്മൾ ഓംസ് ലോ വരച്ചപ്പോൾ ഒരു സർക്യൂട്ട് വരച്ചില്ലേ, എന്തായിരുന്നു ഇത്, ഒരു ബാറ്ററിയും ഒരു ഇതും അല്ലെ, ഒരു ബാറ്ററി, ഒരു സോഴ്സ്, ഒരു ബാറ്ററി, ഒരു റെസിസ്റ്ററും. ഞാനിവിടെ ഒരു 5 വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഈ സോഴ്സ് എന്താ, ഈ ബാറ്ററി സോഴ്സ് ഒരു 5 വോൾട്ടേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റർ എന്താ ചെയ്യണ്ടാവുക, ഈ 5 വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആക്കില്ലേ, അല്ലെങ്കിൽ ആ റെസിസ്റ്ററിന് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു 5 വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഉണ്ടാവില്ലേ. അതായത് എന്താ സംഭവിക്കുന്നത്, അപ്പൊ അവിടെ നമ്മൾ ഇതേപോലെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ലൂപ്പിൽ ഉണ്ടാവുന്ന EMF, അതായത് ലൂപ്പ് കൺസിഡർ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഒരു റെസിസ്റ്ററും കൂടി കൊടുത്തു. അപ്പൊ ഇതൊരു ലൂപ്പായില്ലേ, ദെൻ ഇത് മറ്റൊരു ലൂപ്പായി അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ലൂപ്പിൽ ഉണ്ടാവുന്ന EMF, അതായത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജ് എന്തിന് ഈക്വൽ ആയിരിക്കും, അവിടെ ഉണ്ടാവുന്ന IR ഡ്രോപ്പിന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ
ഡ്രോപ്പ് ആയി പോകുന്ന വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. എന്താ പറഞ്ഞത്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകുന്ന വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എല്ലാം എന്താണ്? ഡ്രോപ്പ് ആയി പോകുന്ന വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. ഈ കൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? കിർച്ചോഫ് വോൾട്ടേജ് ലോക്ക് അകത്ത് പറയുന്നത്. അപ്പൊ ഒരു ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും അവിടെ ഡ്രോപ്പ് ആയി പോകുന്ന വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ക്ലോസ്ഡ് ലൂപ്പിനകത്തുള്ള വോൾട്ടേജിന്റെ ഓൾജബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് സിഗ്മ വി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടത്തെ വോൾട്ടേജും അതേപോലെ തന്നെ, അതായത് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും തമ്മിൽ എന്ത് ചെയ്യാണ്? അത് സിഗ്മ, അതായത് ഓൾജബ്രിക് സം എടുത്താൽ അത് 0 ആവും എന്നുള്ളതും പറയാം കേട്ടോ. അപ്പൊ രണ്ട് രീതി നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം, അല്ലെങ്കിൽ സിഗ്മ വി പ്ലസ് സിഗ്മ ഐ ആർ ഇസ് ഈക്വൽ ടു 0 എന്നും പറയാം കേട്ടോ. അപ്പൊ ഇവിടെ വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? കൺസർവേഷൻ ഓഫ് എനർജി ആയിരിക്കും കേട്ടോ. ഇതെന്താണ്? കൺസർവേഷൻ ഓഫ് എനർജി ആയിരിക്കും. അപ്പൊ വോൾട്ടേജ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചു വെക്കുക, ഇതെന്താണ്? ആ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജി ആണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോ ഒരു ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ എടുത്തെടുത്ത് അവിടുത്തെ ഓൾജബ്രിക് സം എന്ന് പറയുന്നത് എന്താണ്? 0 ആവും എന്നുള്ളതാണ് വോൾട്ടേജ് ലോക്ക് അകത്ത് പറയുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ട് അതും എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ കറന്റ് ലോയും പഠിച്ചു, എന്ത് ചെയ്തു? വോൾട്ടേജ് ലോയും പഠിച്ചു അല്ലെ? ഇനി ഇതിനകത്ത് നമ്മളിപ്പോ ഈ നമുക്ക് ഓൾജബ്രിക് സം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സൈൻ കൺവെൻഷൻ വേണം അല്ലെ? നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ KCL-നകത്ത് പറഞ്ഞതായിരുന്നു എങ്ങനെയാണ് നമ്മൾ ആ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുന്നത് അല്ലെ? അതായത് നമ്മൾ കോമൺലി എടുക്കുന്നത് എങ്ങനെയാണ്? എൻ്റർ ചെയ്യുന്ന കറന്റിനെ പോസിറ്റീവ് എന്നും ലീവ് ചെയ്യുന്ന കറന്റിനെ നെഗറ്റീവ് എന്നാണ് വിളിക്കാറുള്ളത് എന്ന് പറഞ്ഞു. അത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇനി നമ്മൾ KVL-നകത്താണ് വരുന്നതെന്നുണ്ടെങ്കിലോ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം അല്ലെ? ഇതൊരു KVL ആണ്, ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്കൊരു സോഴ്സ് വരുന്നുണ്ടല്ലോ, ഒറ്റ ലൂപ്പ് അതിനകത്തുള്ളൂ, ഒറ്റ ലൂപ്പേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാം, ഒരു ഒറ്റ ലൂപ്പുള്ള ചിത്രം വരയ്ക്കാം, രണ്ടും ഒരേപോലെ എടുത്താൽ മതി കേട്ടോ. ഇതിനകത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും അല്ല വരുന്നത്, അതായത് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് അല്ല വരുന്നത്. നമ്മൾ ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ടെത്തും അല്ലെ? ഇങ്ങനെയാണ് ഈ ലൂപ്പ് അവിടെ വരുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആണ്. ഈ കൺസിഡർ ചെയ്യുന്ന ലൂപ്പിൽ I എന്ന് പറയുന്ന കറന്റ് ആണ് നമ്മൾ മാർക്ക് ചെയ്തു അല്ലെ? അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഈ ലൂപ്പ് കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ ഈ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് കറന്റ് ഫ്ലോ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ലൂപ്പ് അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നുണ്ടാവുക നോക്കാം കേട്ടോ. എങ്ങനെയാണ് നമ്മൾ അതിന് സൈൻ എടുക്കുന്നുണ്ടാവുക നോക്കാം. അപ്പൊ ആദ്യം പറഞ്ഞിട്ടുള്ളത് എവിടെങ്കിലും ഒരു പൊട്ടൻഷ്യൽ റൈസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സോഴ്സിനകത്ത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, പൊട്ടൻഷ്യൽ റൈസ് വരിക എന്നാണ് അതിനെ മീൻ ചെയ്യുന്നത്. അത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. പോസിറ്റീവ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. നോക്കുക, നിങ്ങളെ ഫസ്റ്റ് സപ്ലൈ നോക്കുക. നമ്മളെ ഈ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേ, ഇത് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അത് കംപ്ലീറ്റ് ആവുന്നതല്ലേ അല്ലെ? അപ്പൊ നോക്കിയേ, ഇതെന്താണ്? കറന്റ് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന രീതിയിലല്ലേ നമുക്ക് കിട്ടിയത്? അതായത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്ന രീതിയിലാണ് കിട്ടിയത് അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ 12 വോൾട്ടേജിനെ പോസിറ്റീവ് ആയിട്ട് എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. ക്ലിയർ ആയോ? പോസിറ്റീവ് ആയിട്ട് എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു ഇല്ലേ? ഇനി എന്താ വരുന്നത്? അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ അടുത്ത എന്താ സംഭവിക്കുന്ന നോക്കിയേ. ഇനി വന്നിട്ട് നമ്മൾ അടുത്ത ഫസ്റ്റ് ലോഡിനടുത്തെത്തി അല്ലെ? ലോഡിനടുത്തെത്തിയപ്പോ കറന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലല്ലേ? അതായത് നമുക്ക് എന്ത് ചെയ്യണം? കറന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് അല്ലെ? അപ്പൊ ആ ഡയറക്ഷൻ ആവുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു എന്താ സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഒരു ഡ്രോപ്പ് ആണ് സംഭവിക്കുന്നത് അല്ലെ? അതായത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് എന്ന് പറയാം. അവിടെ ഒരു പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് സംഭവിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടാണ് വിളിക്കുന്നുണ്ടാവുക? ഡ്രോപ്പ് ആയിട്ടാണ് വിളിക്കുന്നുണ്ടാവുക കേട്ടോ. പക്ഷെ അവിടെ നമ്മൾ റെസിസ്റ്ററിന്റെ വാല്യൂ അല്ല എഴുതേണ്ടത്, അതിന് പകരമായിട്ട് അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് എഴുതേണ്ടത്. എങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് കിട്ടുന്നുണ്ടാവുക? വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന കറന്റും അല്ലെ, ഓംസ് ലോ പ്രകാരം അല്ലെ, അവിടെ ഉണ്ടാവുന്ന കറന്റും അവിടത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ. അപ്പൊ നമ്മൾ വേണ്ട എന്ത് എഴുതാ? ഇത് നെഗറ്റീവ് ആണ് കിട്ടുന്നുണ്ടാവുക, അത് നമ്മൾ മൈനസ് എന്ത് എഴുതിയാൽ മതി? 4R എന്ന് എഴുതിയാൽ മതി അല്ലെ? 4R എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ
നമ്മൾ കോമൺലി നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡയറക്ഷനിൽ നമ്മൾ കറക്റ്റ് ഡയറക്ഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നുണ്ടാവുക. കാരണം അവിടെ ഡ്രോപ്പ് ആണ്, റെസിസ്റ്റർ ആണ് വരുന്നതുകൊണ്ട് ആ ഡ്രോപ്പ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. ഇനി സപ്ലൈ ആണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇവിടെ നമുക്കൊരു സപ്ലൈ വരുന്നുണ്ട്. ഈ സപ്ലൈ വരുന്നത് എന്താണ്, ഇവിടെ നെക്സ്റ്റ് വേറൊരു സപ്ലൈ കൂടി നമ്മൾ കൊടുക്കുകയാണ്. ആ സപ്ലൈ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ കറന്റ് നേരെ ഓപ്പോസിറ്റ് ആണല്ലേ, പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ്. അപ്പോഴേ നമ്മൾ അത് ഡ്രോപ്പ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ, നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നുണ്ടാവുക. ദെൻ മൂന്നാമത്തെ റെസിസ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെയും പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്, വീണ്ടും അവിടെ നമ്മൾ 2i എന്ന് വന്നു. നാലാമത്തെ റെസിസ്റ്ററിലേക്ക് ഇവിടെ വന്നപ്പോൾ അവിടെയും പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്, സോറി അവിടെ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് അല്ലെ, അവിടെ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ എടുക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം, നേരെ തിരിച്ച് നമുക്ക് പറയണം കേട്ടോ. പക്ഷെ നമുക്കത് ഈ ഇതിന്റെ കേസിൽ, അതായത് ലോഡിന്റെ കേസിൽ അങ്ങനെ, റെസിസ്റ്റീവ് ലോഡിന്റെ കേസിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അത് നമ്മൾ ശരിക്കും ഇതിനകത്തൊരു മിസ്റ്റേക്കിൽ വന്നതാണ് കേട്ടോ. അങ്ങനെ വരാൻ നമുക്ക് ഒരിക്കലും ചാൻസ് ഇല്ല. കാരണം അവിടെ എപ്പോഴും എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. അപ്പൊ അത് നമ്മൾ ഈ സോഴ്സ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ചും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നെഗറ്റീവ് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ നോക്കി വെക്കുക. ഇതാണ് നമ്മൾ KVLനകത്ത് അതിന്റെ ഒരു സൈൻ കൺവെൻഷൻ വരുന്നുണ്ടാവുക. പൊട്ടൻഷ്യൽ റൈസ് ആണെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് വരുന്നുണ്ടാവുക, അതിന് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് വരുന്നുണ്ടാവുക, അതിന് നമ്മൾ നെഗറ്റീവ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. എപ്പോഴും നമ്മളെ റെസിസ്റ്റൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ IR ഡ്രോപ്പ് ആണ് വരുന്നുണ്ടാവുക. അത് നമുക്ക് ഇനി കപ്പാസിറ്ററും ഇൻഡക്ടറും ഒക്കെ വരാം കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അവിടെ ഒരു സ്റ്റോറിംഗ് മെന്റാലിറ്റി ഒക്കെ വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ സപ്ലൈ കൺസിഡർ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യണം, എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ അകത്ത്, അല്ലെങ്കിൽ സോറി ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ സൈൻ കൺവെൻഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇതെന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ KVLും KCLും അതിന്റെ ഒരു സൈൻ കൺവെൻഷൻ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു KCL ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു KVL ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. KVL ബേസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ, കാരണം അത് കോംപ്ലക്സ് സർക്യൂട്ട് ആണ്, അത്രയ്ക്കും നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ ജസ്റ്റ് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു, മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ തന്നെ KCL ചോദിച്ചേക്ക് നമ്മൾ കിർച്ചോഫ് കറന്റ് ലോ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇവിടെ നമ്മളൊരു സ്പെസിഫിക് കറന്റ് ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർ ചെയ്യുന്ന കറന്റ് 3 കറന്റ് enters 2 ആംപിയർ 3 ആംപിയർ ആൻഡ് 4 ആംപിയർ. 2 current leaves same junction, 1 which is 6 ampere. Which of the following current leaving the second current എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. which of the second leaving current എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്തു. ഈ ജംഗ്ഷനിലേക്ക് ഒരു 2 ആംപിയർ എന്ന് പറഞ്ഞ കറന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3 ആംപിയർ എന്ന് പറഞ്ഞ കറന്റ് വരുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറന്റ് കൂടി വരുന്നുണ്ട് അല്ലെ, ഒരു 4 ആംപിയർ കറന്റ് വരുന്നുണ്ട്. then അതിന് എന്ത് ചെയ്യുന്നുണ്ട്, 2 കറന്റ് ലീവ് ചെയ്യുന്നുണ്ട്. ലീവ് ചെയ്യുന്ന കറന്റ് ഏതൊക്കെയാ പറഞ്ഞത്, ഒരു 6 ആംപിയർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലീവ് ചെയ്യുന്ന കറന്റ്, ഈ I2 എന്ന് പറയുന്ന കറന്റ് എത്രയായിരിക്കും, സെക്കൻഡ് ലീവ് ചെയ്യുന്ന കറന്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിന്റെ അനുസരിച്ചിട്ട് നമ്മളിത് കിർച്ചോഫ് കറന്റ് ലോ അനുസരിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, 2 ആംപിയർ പ്ലസ് 3 ആംപിയർ പ്ലസ് 4 ആംപിയർ ഇതൊക്കെ എൻ്റർ ചെയ്യുന്ന കറന്റ് ആണ്, ഇസ് ഈക്വൽ ടു 6 ആംപിയർ പ്ലസ് I2. ഇത് രണ്ടും എന്താണ്, ലീവ് ചെയ്യുന്ന കറന്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 2 പ്ലസ് 3 പ്ലസ് 4 മൈനസ് 6 മൈനസ് I2 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ. ഇങ്ങനെ രണ്ട് രീതിയിലും എഴുതാം. അപ്പൊ ഇക്വേഷൻ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുള്ള ഇക്വേഷൻ മാത്രമല്ല, നമ്മളോട് ഇതിന്ന് I2 എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ I2 എത്രയാണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 2 പ്ലസ് 3 5, 5 പ്ലസ് 4 9, 9 മൈനസ് 6, അതായത് I2 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 ആംപിയർ ആയിരിക്കും. എപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓൾജബ്രിക് സം 0 ആവുന്നുണ്ടാവും അല്ലെ. ഇവിടെ നമ്മൾ ആഡ് ചെയ്തൊക്കെ 2ഉം 3ഉം കൂട്ടി 5, 5 4 9, 9 3 കുറച്ച 3, 3 3 കുറച്ച് കഴിഞ്ഞാൽ 0. കണ്ടോ, ആ ഒരു കണ്ടീഷൻ ശരിയായത് കണ്ടില്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവുക, 3 ആംപിയർ എന്നാണ് കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, സാധാരണ രീതിയിൽ വരാൻ ചാൻസ് ഉള്ളത്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത് കിർച്ചോഫ് കറന്റ് ലോ വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലെ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ എക്സ്പ്രഷൻ ഈസ് കറക്റ്റ് ഫോർ ദ ഗിവൺ ബിലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഉണ്ടോ, 2 സപ്ലൈ സോഴ്സ് ഉണ്ട് കേട്ടോ, 2 സോഴ്സ് ഉണ്ട്. നിങ്ങൾ നോക്കണം, നമ്മൾ എന്താണ് ലൂപ്പ് അവിടെ തന്നെ കൺസിഡർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ ലൂപ്പിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നുണ്ടാവും. ആ എക്സ്പ്രഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഞാൻ ഈ ലൂപ്പ് ഒന്നും കൂടി എക്സ്പ്ലേറ്റ് വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളെ ലൂപ്പ് വരുന്നത് അല്ലെ, എങ്ങനെയാണ് നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്.
അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സപ്ലൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ V1 സ്റ്റാർട്ട് ചെയ്യാണ്. ആ V1 സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവിടെ നമ്മൾ V1 സ്റ്റാർട്ട് ചെയ്തപ്പോ ഈ V1 നമ്മളെ ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് ഇങ്ങനെ മേലേക്ക് പോകുന്ന രീതിയിലല്ലേ. അതായത് എന്താണ്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകുന്ന രീതിയിലാണ് അല്ലെ. അപ്പൊ നമ്മളെ സൈൻ കൺവെൻഷൻ കണ്ടോ, സൈൻ കൺവെൻഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ പോസിറ്റീവ് എന്നും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ നെഗറ്റീവ് എന്നാണ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, നമ്മൾ ആ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് എന്ന രീതിയിലാണ് അവിടെ വരുന്നത് അല്ലെ. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ആ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ആകുമ്പോൾ നമ്മൾ അതിനെ എന്താ കൺസിഡർ ചെയ്യേണ്ടത്, നെഗറ്റീവ് എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ നെഗറ്റീവ് V1 അടുത്ത എന്താ വരുന്നുണ്ടാവുക, ഇവിടെ എത്തി അല്ലെ. ഇവിടെ എത്തുമ്പോൾ വീണ്ടും അത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് വരുന്നത്. അതുകൊണ്ട് വീണ്ടും നമ്മൾ നെഗറ്റീവ് എന്ന് കൺസിഡർ ചെയ്യണം. നെഗറ്റീവ് അവിടെ 3 ohm ആണ്, I എന്ന് പറയുന്ന കറന്റും, അതായത് 3I എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ വരുന്നത്, വീണ്ടും നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. വീണ്ടും നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അതുകൊണ്ട് അവിടെ എന്താ കിട്ടുന്നുണ്ടാവുക, പ്ലസ് ആണ് കിട്ടുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുക, അതിനെ +V2 എന്ന് മാർക്ക് ചെയ്യാം. ക്ലിയർ ആയോ? ഇവിടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നെഗറ്റീവ് മാർക്ക് ചെയ്തത്. ഇവിടെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ആയിരുന്നു. നിങ്ങൾ ഒന്നും കൂടെ ലോ എടുത്ത് നോക്കുക കേട്ടോ. നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അവിടെ പ്ലസ് മാർക്ക് ചെയ്തത് അല്ലെ. ഇനി നമുക്ക് എന്താ അടുത്ത വരുന്നത്, ഇവിടെ 2 ohm വരുന്നുണ്ട്, അത് വീണ്ടും ഡ്രോപ്പ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 2I എന്ന് മാർക്ക് ചെയ്യാം അല്ലെ. 2I എന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നുണ്ടാവുക, -V1 -Vi +V2 ആൻഡ് -2I എന്നാണ് കിട്ടിയത് അല്ലെ. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, 0 എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് അവിടെ ഇക്വേഷൻ വന്നിട്ടുള്ളത്. അതായത് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ V2നെയും അതേപോലെ തന്നെ ഈ V1നെയും ഇവിടെ നിർത്തി. ദെൻ ഇവിടെ ഉണ്ടായിരുന്ന -3Iയും ആൻഡ് -2Aയും നമ്മളിപ്പോ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു. അതായത് 3I + 2I എന്ന് കിട്ടി അല്ലെ. നമ്മൾ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതി. അതായത് V2 - V1 = 3I + 2I എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ, ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഈ സപ്ലൈ വന്നത് ക്ലിയർ ആയല്ലോ അല്ലെ. ഇവിടെ നമുക്ക് ഇങ്ങനെ ആയിരുന്നു ആ ലൂപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ വന്നപ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിവിടെ നെഗറ്റീവ് കൺസിഡർ ചെയ്തത് കേട്ടോ. ഇവിടെ എന്തായിരുന്നു, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കായിരുന്നു, അതുകൊണ്ടാണ് നമ്മളവിടെ പോസിറ്റീവ് എന്ന് കൺസിഡർ ചെയ്ത്. പിന്നെ ബാക്കി രണ്ടും ഡ്രോപ്പ് ആണ്, നമുക്കവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നെഗറ്റീവ് തന്നെ എടുത്താൽ മതി. ഇനി പറഞ്ഞാലും ഡ്രോപ്പിന്റെ കേസിൽ നമ്മൾ നെഗറ്റീവ് തന്നെ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് ആൻസർ വരുന്നുണ്ടാവുക. അതായത് ഓപ്ഷൻ C ആണ് നമ്മൾ ആൻസർ. V2 - V1 = 3I + 2I എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കിർച്ചോഫ് ലോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് കിർച്ചോഫ് ലോയിൽ പ്രോബ്ലം വരാനൊക്കെ ചാൻസ് കുറവാണ്. എന്നാലും അതിന്റെ കൺവെൻഷനും അതേപോലെ തന്നെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് കൺസർവേഷൻ ഓഫ് ചാർജ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അത് ആ ഒരു പ്രിൻസിപ്പിൾ കേട്ടോ, അതെന്താണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കിർച്ചോഫ് ലോയിൽ പഠിക്കാനുള്ളത്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.